വട്ടിയൂർക്കാവിലെ വിജയമാർക്കാണ് അത് സത്യമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ NDA സ്ഥാനാർത്ഥി നമ്മുടെ ശ്രീലേഖ മേഡം തന്നെയായിരിക്കും. മാറി മാറിയുള്ള ഭരണം ഓരോ 5 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളിലൊരു MLA ഉണ്ടാകുമ്പോൾ ഒന്നല്ല പല സ്ഥലങ്ങളിലും നമ്മളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് വരും. NDAയുടെ BJP സ്ഥാനാർത്ഥികൾ ജയിച്ച് വരണം. നമ്മളെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. കോർപ്പറേഷൻ ട്രിവാൻഡ്രം BJP ആണ് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിൽ MLA മാരുണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മാറാത്തത് മാറും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു മുദ്രാവാക്യം, വികസിത കേരളം, മാറാത്തത് മാറും. അതിനു വേണ്ടിയിട്ട് വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിനായി ശ്രീലേഖ മേഡം ജയിച്ച് വരും ഉറപ്പായിട്ട്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് എന്തു പറയാൻ, കേന്ദ്രത്തിൽ പോയി ഭരിക്കാനുള്ളൊരു ചാൻസ് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ നമ്മളെ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയതാണ് കോൺഗ്രസിൻ്റെ നേതാവ്, നമ്മുടെ ഇപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ മേയർ ബ്രോ എന്ന് പറയുന്നുണ്ട്. അതിന് ഇപ്പം ഒരു തെളിവല്ലേ നമ്മുടെ മേയർ. അവർ എന്താണ് കാണിച്ചു തന്നത് 5 വർഷം, കഴിഞ്ഞ പ്രാവശ്യം 5 വർഷവും അതിന് മുന്നുള്ള 5 വർഷം എന്താണ് കട്ടുമുടിക്കുന്നതേ ഉള്ളൂ, ശബരിമല പോലെ നമ്മളെ സ്വർണം കട്ടു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കും ഉറപ്പായിട്ട്. ശ്രീലേഖ മേഡത്തിന് വിജയം ഉറപ്പാണ്. ഇനി ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് നമ്മളെ ഒരു കർത്തവ്യം. അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാം. അതിന് ഒരു പ്രധാന കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള വാർഡുകളിലെ കൗൺസിലർമാരെല്ലാം BJPയുടെ കൗൺസിലർ, NDAയുടെ കൗൺസിലർ തന്നെയാണ്. പിന്നെ ഉള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ LDFും NDAയും തമ്മിലാണ് മത്സരം. അതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥം. അപ്പം ആൾക്കാർക്ക് ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ NDAക്ക് വോട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ആൾക്കാർക്ക് എന്നാ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് NDAക്ക് ഷുവറാണ് ഇപ്പോഴത്തെ വിജയം.